ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇന്നലെ കട്ട് ചെയ്ത് വെച്ച അംബർല ഫ്രോക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. കണ്ടോളൂ. ആദ്യം നമുക്ക് യോക്ക് ഭാഗം അടിച്ചെടുക്കാം. ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല ഭാഗം കാണാൻ വിധത്തിൽ വെച്ച് കഴുത്ത് അടിച്ച് അതിൻ്റെ ലൈനിങ് ഭാഗം വെട്ടിക്കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് മറച്ചെടുത്തിട്ട് അതിൻ്റെ തുമ്പുഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി എല്ലാ ഭാഗവും പൊള്ളയ്ക്കാതെ ഒന്ന് പതിച്ച് അടിച്ചെടുക്കാം. സൈഡ് ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അടിഭാഗവും 4 ഭാഗവും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. പൊള്ളയ്ക്കരുത് തുണി. ബാക്കി വരുന്ന ലൈനിങ് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് റെഡിയായി. ഇനി ബാക്ക് ഭാഗം അടിക്കാം. ബാക്ക് ഭാഗത്തിൻ്റെ കഴുത്ത് അതുപോലെ തന്നെ അടിച്ച് സിബ് വയ്ക്കിന് പൊളി ഭാഗവും അടിച്ച് നമുക്ക് മറിച്ചെടുക്കാം. അതും ഒന്ന് പതിച്ചടിച്ച് നീറ്റാക്കി പതിച്ചടിച്ച് എടുക്കാം. ഈ തുണി പൊള്ളയ്ക്കാതിരിക്കാൻ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. എന്താ അതുപോലെ 2 ഭാഗവും നമുക്ക് ചെയ്യണം. മറ്റേ ഭാഗം അതുപോലെ തന്നെ അടിച്ചെടുക്കാം. കഴുത്തും അതുപോലെ തന്നെ അടിച്ച് കട്ട് ചെയ്ത് മറിച്ച് പതിച്ചടിക്കാം. ഇനി എല്ലാ ഭാഗം അതുപോലെ തന്നെ പതിച്ചടിച്ച് പൊള്ളയ്ക്കാതെ പതിച്ചടിച്ച് എടുക്കാം. രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സിബ് പിടിപ്പിക്കാം. സിബിൻ്റെ റണ്ണർ ഇടുന്ന ഭാഗം കാണാത്ത രീതിയിൽ വെച്ച് കുറച്ച് മേലോട്ട് കയറ്റി വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ ഭാഗം കൂടി അതുപോലെ തന്നെ ചേർത്ത് വെച്ച് കാണാത്ത രീതിയിൽ സിബ് കാണാത്ത രീതിയിൽ വെച്ച് ഉണ്ടോ ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് നീറ്റായിട്ട് അടിച്ച് എടുക്കാം. ബാക്കി വരുന്ന ഉണ്ടോ സൂപ്പറായില്ലേ. ഇനി ബാക്കി വരുന്ന സിബിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്ക് ഭാഗം റെഡിയായി. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച്
കഴുത്തിൻ്റെ ഭാഗം ഒപ്പം വെച്ച് ഷോൾഡർ കൂട്ടുക. രണ്ട് ഭാഗം അതുപോലെ കൂട്ടിയിടിച്ച് ഇനി കൈ പിടിപ്പിക്കാം. കൈയിൻ്റെ തുമ്പ് ഭാഗം 2 മടക്ക് മടക്കി അടിക്കണം. ഇപ്പോൾ ഒരു മടക്കാണ് നമ്മൾ അടിക്കുന്നത്. അത് ഒരു അമ്പർല പോലെ വെട്ടിയ കാരണം കൊണ്ട് ഒറ്റയ്ക്ക് മടക്കണം. ആദ്യം ഒരു മടക്ക് മടക്കി അടിക്കുക, പിന്നെ രണ്ടാമത് ഒരു മടക്ക് കൂടി മടക്കി അടിക്കുക. ഉണ്ടോ? ഇനി നമുക്കതുമേ രണ്ട് കൈ അതുപോലെ അടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് കയ്യിന് വേണ്ട ഫ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിയ സ്ഥലത്ത് നിന്ന് നല്ല ഭാഗത്തിന് മുകളിൽ വെച്ച് സെൻറ്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലീവ് അടിച്ചെടുക്കാം. ഇതുപോലെ 2 സ്ലീവും വയ്ക്കണം. കണ്ടോ? സ്ലീവ് റെഡി. ഇനി സൈഡ് കൂട്ടിയടിച്ച് എടുക്കാം. 2 സൈഡും അതുപോലെ കൂട്ടിയടിക്കണം. കണ്ടോ? അതുപോലെ 2 സൈഡും കൂട്ടിയടിച്ച് എടുക്കാം. ഉണ്ടാവും. മുൾഭാഗം റെഡി. ഇനി പാവാട ഭാഗത്തിൻ്റെ അടിഭാഗം ഒരു മടക്ക് മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും രണ്ടാമതും മടക്കി ഒരു മടക്ക് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യണം. എന്നാലേ ക്ലിയർ ആവൂ. ചുളിവില്ലാണ്ട് വരണമെങ്കിലും പിരിയാതിരിക്കണമെങ്കിലും. ഇനി ലൈനിങ് അതുപോലെ അടിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ അരഭാഗം ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തു. ഇനി യോക്ക് ഭാഗം ഉള്ളിൽ വെച്ച് നല്ല ഭാഗം ആക്കിയിട്ട് വേണം യോക്ക് ഭാഗം ഉള്ളിൽ വയ്ക്കേണ്ടത്. ഉള്ളിൽ വെച്ച് അരഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഉടുപ്പ് റെഡി. കണ്ടോ?